പീറ്റർ ഏട്ടൻ്റെ വീട് എവിടെയാണ്? എറണാകുളം. എറണാകുളം. മൗത്ത് ഓർഗൻ ആണ് അതെ വായിക്കുന്നത്. അതെ. ഒരു പ്രൊഫഷണൽ ലെവലിൽ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇന്ന് വരയ്ക്ക് ഞാൻ ഒരു പ്രോഗ്രാമിനും പോകാറില്ല. എവിടെയെങ്കിലും എൻ്റെ ഫ്രണ്ട്സുകളെ വിളിക്കുക, അങ്ങനെ. അതല്ല, ഇനി മെറ്റ് ലൈഫ് ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം മെറ്റ് ലൈഫ് ഇന്ത്യയിൽ അവരുടെ മീറ്റിങ്ങിനും കാര്യങ്ങൾക്കും അങ്കിൾ വന്ന് എല്ലാവരും പീറ്റർ അങ്കിളിനെ വിളിക്കുക. അപ്പോൾ അങ്കിൾ വന്ന് ഒരു 10 മിനിറ്റ് അതിന് പെർഫോം ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഞാൻ പോകും. ഒരു 10 മിനിറ്റ് അവർക്ക് വേണ്ടി പ്ലേ ചെയ്യും. അതല്ലാതെ ചെറുപ്പം മുതൽ ഒരു 14 വയസ്സ് മുതൽ കയ്യിൽ കൊണ്ടു കിടക്കുന്നുണ്ട്. പക്ഷെ നല്ല സമയത്ത്, എൻ്റെ നല്ല പ്രായ സമയത്തൊക്കെ ഇതുപോലൊരു ആക്ടിവിറ്റീസോ അതായത് ടാലന്റ് പ്രോഗ്രാമോ ഒന്നും ഇല്ലല്ലോ. അന്നുണ്ടായിരുന്നെങ്കിൽ കയറിപ്പോയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പീറ്റർ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് അതാണ്. എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന്. അതുകൊണ്ടാണ് ഒരു നൊസ്റ്റാൾജിയും. പിന്നെ ദിസ് ഇസ് സച്ച് എ റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻസ്ട്രുമെന്റ്. യാ, ദേർ ഈസ് നോ ഗുരു. പഠിപ്പിക്കാനായിട്ട് ആരും ടീച്ചറില്ല, സ്വയം പഠിച്ചെടുക്കുക. അതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. ഇതിനകത്ത് എവിടെയാണ് നമ്മുടെ തത്വസരം കിടക്കുന്നത്, അത് നമ്മൾ ചെറുപ്പം മുതലേ അത് മനസ്സിനകത്ത് കൊള്ളിച്ചു. അത് എവിടെ കിടക്കുന്നതെന്ന് വായിച്ചു പഠിക്കണം. ദർ ഈസ് നോ മാസ്റ്റർ. പിന്നെ ഈ പ്രായത്തിൽ 68, ഈ പ്രായത്തിൽ എനിക്ക് ബൈപ്പാസ് സർജറിയും കഴിഞ്ഞതാണ്. ഈ അത്രയും വെച്ചുകൊണ്ട് എനിക്ക് ഇത്തരം ചെയ്യാമത്തതിൽ ഈശ്വരൻ്റെ അനുഗ്രഹം. അതെ. അപ്പം ചേട്ടൻ്റെ ഏകാന്തമായിട്ടുള്ള ആ കലാസഭയിൽ ചേട്ടൻ ഒരു പരിധിവരെ വിജയം കണ്ടെത്തി എനിക്ക് തോന്നുന്നു. നോക്കാം, നമുക്കിതിൻ്റെ അടുത്ത സ്റ്റേജിലൊക്കെ പോകുമ്പോൾ ചേട്ടന് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമല്ലോ അല്ലേ? ഇതുപോലെ ഇനി പല നമ്പറുകൾ, ഇതുപോലെ ഇനി മലയാളം പാട്ട്, അങ്ങനെ പല വിധത്തിലുള്ള ഇതിനകത്ത് കൊണ്ടുവരാം. ശരി, വി ഷുഡ് ആ പോസിബിലിറ്റി ടു ഞങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കാനും നമ്മളെ ഇമ്പ്രസ് ചെയ്യാനുമുള്ള ഒരു പോസിബിലിറ്റി ചേട്ടൻ ഇതിൽ കാണുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. എനിവേ, ഗുഡ്. എല്ലാ പാട്ടും ഇതിനകത്ത് മലയാളം പാട്ട് അല്ല, എല്ലാ പാട്ടും ഇതിനകത്ത് വഴങ്ങുമോ? എല്ലാ പാട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹാഫ് നോട്ട് ഇതിനകത്ത് കിട്ടില്ല. അത് ശരി. ഹാഫ് നോട്ടുള്ള ഓർഗൻ ഉണ്ട്, ബട്ടണുള്ളത്. അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഹാഫ് നോട്ടിൽ. അല്ല, പല ഇതേപോലുള്ള പല ബുൾബുൾ, മൗത്ത് ഓർഗൻ, അക്കോർഡിയൻ, അല്ല അതെല്ലാം തന്നെ ഇപ്പം നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞു. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ ഒരാൾ മൗത്ത് ഓർഗൻ കൊണ്ടുവരും. അപ്പം ഞങ്ങൾ പറയും ഒരു പാട്ട് ഇതിനകത്ത് വായിക്കേട്ടാന്ന് പറയുമ്പം അദ്ദേഹം മേരെ സപ്പിനോങ്കി റാണി കപ്പ് ആയ ഗീത്തു എന്നുള്ള പാട്ട് വായിച്ചു. വേറൊരു സന്ദർഭത്തിൽ എന്നെ മനസ്സിലായില്ല. അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും ഈ മൗത്ത് ഓർഗൻ കണ്ടപ്പം പറഞ്ഞു ഒരു പാട്ട് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചു, ഹിന്ദി വേണോ മലയാളം വേണോ തമിഴ് വേണോ, ഏതായാലും മതി. വീണ്ടും മേരെ സപ്പിനോങ്കി റാണി കപ്പ് വായിച്ചു. അത് ഞാൻ വിട്ടു. വേറൊരു സന്ദർഭത്തിൽ പുള്ളി ഇരിക്കുന്നു ചുറ്റിനും, സെയിം പേഴ്സൺ
എന്നെ മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഒരു പാട്ട് വായിക്കും, ഏത് പാട്ട് വേണം, തമിഴ് വേണോ, തെലുങ്ക് വേണോ, ഹിന്ദി വേണോ, ഏതായാലും മതി. മേരെ സപ്പിനോങ്ങി വായിക്കാൻ ഞാൻ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഇതൊഴിച്ച് വേറെ ഏതെങ്കിലും വായിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളത് വായിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ഒരൊറ്റ പാട്ടേ ഉള്ളൂ സ്റ്റോക്ക്. അതാണ് ഞാൻ ചോദിച്ചത്, എല്ലാ പാട്ടും വഴങ്ങുമോ എന്ന് ചോദിച്ചു. എല്ലാ പാട്ടും പീറ്റർ ഏട്ടാ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതായത് വളരെ ഫ്ലോലെസ് ആയിട്ട് അത് വായിച്ചു. എനിക്കറിയാം വളരെ ബ്രീത്തിങ് കൺട്രോളും ഇതൊക്കെ ചെയ്ത് വായിക്കേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. പീറ്റർ ഏട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആണ് ആ ഒരു ഫ്ലോലെസ് ഇത് വന്നത്. വളരെയധികം എൻജോയ് ചെയ്തു. അതും തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വളരെ സർപ്രൈസിങ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഐ ഗിവ് എ യെസ്. ഇത്രയും എഫർട്ട് എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ പല കാരണങ്ങളും അതിജീവിച്ച് ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിയത് തീർച്ചയായിട്ടും ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഞാനും യെസ്. എൻ്റെ ഭാഗത്തും യെസ്.